അപ്പോൾ സോളോപിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് നോക്കുമ്പോൾ നിങ്ങൾ വലിയൊരു വേറെ ദൂരമുള്ള സ്ഥലമാണെന്നൊന്നും വിചാരിക്കേണ്ട. എൻ്റെ വീടിൻ്റെ പരിസരമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ബാക്കി കാര്യം നമുക്ക് വഴിയേ അറിയാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഹൈവേയോട് ചേർന്നുള്ള തോടാണ്. ഇതിനപ്പുറത്ത് തൂപ്പങ്കാവ് അമ്പലമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ്. ഒരു 4 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 6 മണിയാവേണ്ടി ഇവിടെ പോകാറില്ലേ. ഭയങ്കര രസമായിട്ട് ഇരിക്കാൻ. നല്ല ലൈറ്റൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് ഇരിക്കാൻ. അപ്പോൾ ഞാൻ അമ്മയുടെ അച്ഛനും കൂടെ വരാറുണ്ട്, അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ ആയിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ വരാറുണ്ട്. ഞാനിവിടെ മീൻ പിടിക്കാൻ വരാറുണ്ട്, നീന്താൻ വരാം. ഞാൻ ഇവിടെയാണ് നീന്തൽ പഠിച്ചേക്കണേ. ലോക്ക്ഡൗണിന് മുന്നാണ് നീന്തൽ പഠിച്ചത്. അതിന് ശേഷം അധികം ഇങ്ങോട്ട് വരാറില്ല. ലോക്ക്ഡൗണൊക്കെ അല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരാറില്ല അധികം. പിന്നെ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ മീനെ കിട്ടാറ്. പിന്നെ ഞങ്ങളുടെ ചൂണ്ടയൊക്കെ ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരിക്കും. കാരണം ഇനി വീട്ടിലേക്ക് എടുത്തിട്ട് പോകണ്ടല്ലോ വെച്ചിട്ട് ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇനി കാണിച്ചു തരാം. ഇതെന്റെ ഫ്രണ്ട്സാണ്. അവർ ഭയങ്കര സാഹസ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്. അത് കാരണം എന്നെ കുറേ വിളിച്ചു. പക്ഷെ എനിക്ക് നല്ല പേടിയാണ്. ആയിക്കോട്ടെ നടക്കാൻ തീരെ ധൈര്യം പോലെ. അതുകൊണ്ടാണ് ഒരു പേടിയില്ല അവർക്ക്. മുള്ളങ്ങായ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാവരും അങ്ങോട്ട് പോയിട്ടാണ്, അത് പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പാടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നെൽകൃഷിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ പാടം ഇതൊന്നുമല്ല, ഞങ്ങൾ വേറെ സ്ഥലത്ത് പാടം ഉണ്ട്, അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിക്കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കുറേ വയലറ്റ് കളറിൽ ചെറിയ ചെറിയ പൂക്കളുണ്ട്. നല്ല ഭംഗിയാണ് സാധനം കാണാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ മാവും പ്ലാവും ചള്ളൊക്കെ ഉണ്ട്, കുറേ തരം മരങ്ങൾ ചള്ളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ.
2 ദിവസം കഴിഞ്ഞ് അച്ഛൻ പോവും. അപ്പോൾ അച്ഛനെ കൊണ്ട് അതിന് പോണേക്കാളുള്ളിൽ ഒരു ഫോട്ടോയ്ക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെങ്കിൽ. പിന്നെ എനിക്ക് മുള്ളമ്പഴം പൊട്ടിക്കാൻ ഭയങ്കര ധൃതിയുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഈ ഡ്രസ്സ് തയ്ച്ചതും ഇതിന് തുണിയും സാധനമൊക്കെ എടുത്തു തന്നത് ലിതേച്ചിയാണ്. അടിപൊളിയായിട്ട് തയ്ച്ചു തന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഡ്രസ്സ്. ലിതേച്ചിക്ക് ഒരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ മുള്ളമ്പഴം പൊട്ടിക്കാൻ പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.